നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സുരക്ഷയെ സംബന്ധിച്ച അഭ്യൂഹങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിന് പിന്നാലെ മേഖലയിൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് നെതന്യാഹു വധിക്കപ്പെട്ടെന്ന തരത്തിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുവാൻ തുടങ്ങുന്നത്. ഇതിനെ പ്രതിരോധിക്കുവാൻ നെതന്യാഹുവിൻ്റെ ഔദ്യോഗിക വക്താക്കൾ രംഗത്തെത്തി എങ്കിലും അവർ പുറത്തുവിട്ട വീഡിയോകൾ തന്നെ മറ്റൊരു വിവാദത്തിന് തുടക്കം കുറിച്ചു. നേരത്തെ നെതന്യാഹുവിൻ്റെ ഔദ്യോഗിക വിമാനമായ വിങ് ഓഫ് സിയോൺ കാണാതായതും അദ്ദേഹം പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെടാത്തതും ഈ സംശയങ്ങൾക്ക് ആക്കം കൂട്ടി. നെതന്യാഹു സുരക്ഷിതനാണെന്ന് കാണിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ പങ്കുവച്ച വീഡിയോ ആണ് ഇപ്പോൾ പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. US ഇസ്രായേൽ ഇറാൻ യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുന്ന വീഡിയോയിൽ നെതന്യാഹുവിൻ്റെ വലതുകൈയിൽ 6 വിരലുകൾ ഉള്ളതായി കാണപ്പെടുന്നുവെന്ന് ആയിരക്കണക്കിന് ആളുകൾ ചൂണ്ടിക്കാട്ടുന്നു. വീഡിയോയുടെ 35-ാം സെക്കൻഡിൽ അദ്ദേഹം കൈകൾ ഉയർത്തുമ്പോൾ തള്ളവിരലിന് അടുത്തായി അധികമായ മാംസഭാഗം കാണപ്പെടുന്നത് AI ഉപയോഗിച്ച് നിർമ്മിച്ച വീഡിയോയുടെ പിഴവാണെന്നാണ് നിരീക്ഷകർ പറയുന്നത്. സാധാരണയായി AI വീഡിയോകളിൽ മനുഷ്യശരീരത്തിൻ്റെ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് കൈവിരലുകൾ ചിത്രീകരിക്കുമ്പോൾ ഇത്തരം പിഴവുകൾ സംഭവിക്കാറുണ്ട്. ഇത് നെതന്യാഹു നിലവിൽ ജീവനോടെ ഇല്ല എന്നതിനോ അല്ലെങ്കിൽ അദ്ദേഹം ഗുരുതരാവസ്ഥയിലാണ് എന്നതിനോ ഉള്ള തെളിവായിട്ടാണ് സോഷ്യൽ മീഡിയ എടുത്തു പറയുന്നത്. ഈ വീഡിയോയിലെ ദുരൂഹതകൾ വിരലുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല. വീഡിയോയുടെ പശ്ചാത്തലത്തിലുള്ള കർട്ടനുകൾ കൃത്യമായ ഇടവേളകളിൽ ഒരുപോലെ ചലിക്കുന്നതും അടുത്തു തന്നെയുള്ള ഇസ്രായേൽ പതാകകൾ അനങ്ങാതെ നിൽക്കുന്നതും വീഡിയോ AI നിർമ്മിതമാണെന്ന സംശയം ബലപ്പെടുത്തുന്നു. അമേരിക്കൻ രാഷ്ട്രീയ നിരീക്ഷകയായ കനേഡസ് ഓവൻസ് ഉൾപ്പെടെയുള്ളവർ നെതന്യാഹു എവിടെയാണെന്ന ചോദ്യവുമായി ഇതിനോടകം രംഗത്തെത്തിക്കഴിഞ്ഞു. വൈറ്റ് ഹൗസിൽ വലിയ പരിഭ്രാന്തി നിലനിൽക്കുന്നുണ്ട് എന്നും നെതന്യാഹുവിൻ്റെ ഓഫീസ് എന്തിനാണ് AI വീഡിയോകൾ പുറത്തുവിടുന്നത് എന്നും അവർ ചോദിക്കുന്നു. എന്നാൽ കാഴ്ചാഭ്രമം മാത്രമാണ് ഇത് എന്നും ഷാഡോകളുടെയും കൈപ്പത്തിയുടെ ഘടനയുടെയും പ്രത്യേകത കൊണ്ടാണ് 6-ാം വിരൽ തോന്നിക്കുന്നത് എന്നുമാണ് എക്സിൻ്റെ AI ചാറ്റ്ബോട്ടായ ഗ്രോക്ക് വിശദീകരിക്കുന്നത്. എങ്കിലും ജനങ്ങളുടെ ആശങ്ക പൂർണ്ണമായും വിട്ടുമാറുന്നില്ല. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വിമാനം റഡാറുകളിൽ നിന്ന് അപ്രത്യക്ഷമായതും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വലിയ ചർച്ചയായി. വിദേശ സന്ദർശനങ്ങൾക്കോ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രയ്ക്കോ ഉപയോഗിക്കുന്ന ഈ വിമാനം നിലവിൽ എവിടെയാണ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. യുദ്ധം 16-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതും ആഗോള എണ്ണ വിപണിയെ തകിടം മറിച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ ഇസ്രായേൽ ഭരണകൂടത്തിൻ്റെ തലവനെ സംബന്ധിച്ചിട്ടുള്ള ഇത്തരം വാർത്തകൾ സൈനികരുടെ വീര്യത്തെയും ആഗോള നയതന്ത്ര ബന്ധങ്ങളെയും ബാധിക്കുവാൻ സാധ്യതയുണ്ട്. നെതന്യാഹു നേരിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാത്ത പക്ഷം ഈ AI വിവാദങ്ങളും വിമാനത്തെ ചൊല്ലിയുള്ള ദുരൂഹതകളും ഇസ്രായേലിന് വലിയ തലവേദനയായി തുടരും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.